നമ്മളിന്ന് നോക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം എന്നതിനെക്കുറിച്ചും റിട്ടേൺ അടിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പം ആദ്യമായിട്ട് ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് OTP കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി വരും. അതിൽ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സേവ് അഡ്രസ്സസ്. നമുക്ക് ഡെലിവറി കിട്ടേണ്ട അഡ്രസ്സുകൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ പേരുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെ കറക്റ്റ് അഡ്രസ്സ് വരുന്നത് പേര് കറക്റ്റ് അഡ്രസ്സ് കൊടുത്താൽ നമുക്ക് വീടുകളിൽ ഡെലിവറി കിട്ടും. അപ്പോൾ നമ്മളെങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കാം. സെർച്ച് ഓപ്ഷൻ ഉള്ളതിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. എങ്ങനെ ഓർഡർ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുക. പിന്നെ സ്റ്റാർ എങ്ങനെ വരുന്നത്, ഇവിടെ എത്ര സ്റ്റാർ വരുന്നുണ്ട്, എമൗണ്ട് ഇവിടെ കാണിക്കും. പിന്നെ അതിൻ്റെ റിവ്യൂ, ആൾക്കാരെടുത്ത റിവ്യൂ അടിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ട പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ അതിൽ കാണിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. നമ്മൾ ബൈ നൗ കൊടുക്കുക. അതിൻ്റെ സൈസ് ചോദിക്കും, എത്ര സൈസ് വരുന്നതെന്ന്. ഇവിടെ 6 കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡെലിവേർഡ് അഡ്രസ്സ് ഇവിടെ കാണിക്കും മുകളിൽ. പിന്നെ പ്രൊഡക്റ്റ് കാണിക്കും, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കാണിക്കും. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് താഴെ കാണിക്കും. 499 രൂപയുടെ പ്രൊഡക്റ്റ്, 279 ഡിസ്കൗണ്ട്. എന്തെങ്കിലും കൂപ്പണൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂപ്പൺ കൊടുക്കുക. പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞാൽ 4 രൂപയുണ്ട്. ടോട്ടൽ 169 രൂപ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ 9 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ചാർജ് ഉണ്ടാകും. നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ച് കിട്ടില്ല. റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടില്ല, ബാക്കിയുള്ള എമൗണ്ടേ കിട്ടുള്ളൂ. പ്ലേസ് ഓർഡർ കൊടുത്ത് കൺഫേം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറായി. ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തു. ഇനി നമുക്കത് പിന്നെ ഡെലിവറിക്ക് വേണ്ടി വരും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ അക്കൗണ്ട്സ് എടുക്കുക. ഓർഡേഴ്സ് നമുക്കിവിടെ കാണിക്കും. പ്രൊഡക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എത്തിയിട്ടുള്ള എത്ര ഡേറ്റിലാണ് വരിക എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇവിടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് റിട്ടേൺ ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ട് എടുക്കുക, അതിൽ ഓർഡേഴ്സ് എടുക്കുക. ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കുക. അതിൽ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. റിട്ടേൺ ഓപ്ഷനിൽ എന്താണ് പ്രൊഡക്റ്റിൻ്റെ വിഷയം, എന്താണ് കംപ്ലൈൻ്റ് എന്ന് കൊടുക്കുക. എനിക്ക് സൈസ് ഇഷ്യൂ ആവാത്തത് കൊണ്ടാണ് റിട്ടേൺ ആക്കുന്നത്. അപ്പോൾ ഇതിൽ കാരണങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാ കാരണങ്ങളും ഇതിൽ അടിയിലുണ്ട്. പ്രൊഡക്റ്റ് ഈസ് മിസ്സിങ്, പാക്കിൽ മിസ്സിങ് ഉണ്ടെങ്കിൽ അങ്ങനെ, റിസീവ്ഡ് ഡാമേജ് പ്രൊഡക്റ്റ്, അങ്ങനെ 5 കാരണങ്ങളുണ്ട്. അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കമൻ്റായിട്ട് എഴുതി കൊടുക്കുക എന്താ പ്രശ്നം എന്നുള്ളത്. സൈസ് ഇഷ്യൂ, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ സൈസ് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പറ്റിയിട്ടില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാം. ഇതിൽ 3 ഓപ്ഷനായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ വാലറ്റിലേക്കാണ് ക്യാഷ് കയറുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് UPI
UPI നമ്മളെ ഗൂഗിൾ പേയിലേക്ക് ക്യാഷ് കയറുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഞാനിതിൽ ആഡ് ചെയ്ത് വെച്ചാണ്. അതില്ലാത്തവരെന്ത് ചെയ്യുക, ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് അതിൽ IFSCയും ബാങ്കിൻ അക്കൗണ്ട് നമ്പറും പേരും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആഡ് ആവുന്നതാണ്. അപ്പം എക്സിസ്റ്റിംഗ് അക്കൗണ്ടിലേക്ക് തന്നെ ഞാൻ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ വായിച്ച് നോക്കിയ ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പം ഇതിൽ OTP വെരിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അവിടെ OTP യുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് റിട്ടേൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കിംഗ് സ്റ്റാറ്റസ് അവരെ സെല്ലർമാരുടെ അപ്രൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പിന് എടുക്കാൻ വേണ്ടി ആൾ വരും. ആളെടുത്ത് കൊണ്ടുപോയാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുന്നതാണ്.